നമസ്കാരം. നമ്മൾ നല്ല ചൂടുള്ള സ്ഥലത്ത് നിന്ന് നല്ല തണുപ്പുള്ള സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ അവസ്ഥ നിങ്ങളെ കാണിക്കാം. മൂന്നാറാണ് സ്ഥലം. മൂന്നാറിന്ന് കേൾക്കുമ്പോൾ നല്ല ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെയാണ്, അടിപൊളിയൊക്കെയാണ്. പക്ഷേ ഇവിടുന്ന് വണ്ടി അനങ്ങാത്തൊരു പ്രശ്നമുണ്ട്. ഞാൻ കാണിച്ചു തരാം, ബ്ലോക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ മുന്നത്തെ വണ്ടിയൊക്കെ ഇവിടെ നിർത്തിയിട്ട് ഡ്രൈവർ ഇറങ്ങിപ്പോയി. ഇത് മെയിൻ റോഡാണ്. മൂന്നാറിലേക്ക് ഇപ്പോൾ വന്നാൽ ഇതാണ് അവസ്ഥ. ഇനിയിപ്പം വെക്കേഷനാണ്. ഇപ്പം ഇന്ന് മെയ് 10-ാം തീയതിയാണ്. 2 ആഴ്ചയുള്ളിൽ സ്കൂൾ തുറക്കാനൊക്കെ ആയിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും മൂന്നാറിലേക്കും ഊട്ടിക്കും ഒക്കെ ആയിട്ട് കൊടൈക്കനാലിലേക്കായിട്ട് ട്രിപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. കൊടൈക്കനാലിലൊക്കെ നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ട്, കാരണം ഒരുപാട് വണ്ടി കയറിയിട്ട്. മൂന്നാറെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചെറിയ ചെറിയ ഇടുങ്ങിയ റോഡുകളുള്ള സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് തന്നെ വണ്ടികൾ 2 ബസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാനുള്ള സ്ഥലമില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. എൻ്റെ മുമ്പ് ഇവിടെ കുറേ നേരമായി കേട്ടോ കിടക്കുന്നു. അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് ഇറങ്ങിയതാണ് വണ്ടിയിൽ നിന്ന്. എല്ലാ ഡ്രൈവർമാരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്, യാത്രക്കാരൊക്കെ ഇറങ്ങി പോകുന്നുണ്ട്. പ്രശ്നം എന്ത് ചെയ്യുക, ഇവിടെ ഇതാണ് ഈ പാലത്തിൻ്റെ, ഈ ഡാമിൻ്റെ ബ്രിഡ്ജിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ബസ് വന്ന് കിടക്കുന്നുണ്ട്. അതുപോലെ ഒരു ബസ് അങ്ങോട്ടും കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ഗ്യാപ്പില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. 2.5 മണിക്കൂറൊക്കെയാണ് ആ ബ്ലോക്കിൽ ഒരു അനക്കം ഇല്ലാതെ കിടന്നത്. രാവിലെ 10 മണിക്ക് സ്ഥലങ്ങൾ കാണാൻ ഇറങ്ങിയിട്ട് വൈകിട്ട് 5 മണിക്കാണ് ഒന്ന് റിലീസാകുന്നത് ബ്ലോക്കിനകത്ത് തന്നെ. അപ്പം മൊത്തം സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. ഇപ്പോൾ അവിടുന്ന് സ്ഥലങ്ങളൊക്കെ കണ്ട് തിരിച്ചു പോകുന്ന മൂന്നാർ ടൗണിലെത്തിയപ്പോൾ ഇവിടെ വീണ്ടും ബ്ലോക്ക്. ഇവിടെയും ഏകദേശം 1/2 മണിക്കൂറായി കിടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂന്നാർ വരുന്നുണ്ടെങ്കിൽ അവധി ദിവസങ്ങളാണെങ്കിലും, പ്രത്യേകിച്ച് ഈ വെക്കേഷൻ ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഒരു പ്ലാനിങ്ങിൽ വന്നാൽ അത് നടക്കില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഇപ്പോൾ ഇത് ഞായറാഴ്ച ആയതുകൊണ്ടാണോ എന്നറിയില്ല ഇത്രയും തിരക്ക്. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാനൊക്കെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ജൂൺ മാസം ആവാനായിട്ട് 2 ആഴ്ചയും കൂടെ ഉള്ളൂ. ഇവിടെ കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ്, നല്ല തണുപ്പാണ്, കോടിറങ്ങുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ മറ്റ് ചൂടുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഇവിടേക്ക് ഒരുപാട് പേര് വരുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെയൊക്കെ ഷോർട്സ് ഇട്ടായിരുന്നു, വീഡിയോസൊക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ. അപ്പോൾ അത് കണ്ട് വന്നവരും ഉണ്ടാവും. ഇതാണ് അതിൻ്റെ ഫുൾ വീഡിയോ, നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. വീഡിയോയിൽ പറഞ്ഞ വോയിസ് ഇടാൻ പറ്റില്ല, കാരണം അതിനകത്ത് പാട്ടുണ്ടായിരുന്നു കേട്ടോ, കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ ഇത്രയും വലിയ ബ്ലോക്കാണ് നമുക്ക് അവിടെ കിട്ടിയത്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കണ്ടില്ലേ, എത്ര നീളത്തിലാണ്, കിലോമീറ്ററുകളോളം നീളത്തിലാണ് വണ്ടികൾ ക്യൂവിൽ കാത്തു കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്ഥലങ്ങൾ കാണാതെ തിരിച്ചു പോകാനും സാധിക്കില്ല, ഈ ബ്ലോക്ക് അനങ്ങാതെ മുന്നോട്ട് പോകാനും സാധിക്കില്ല. ശരിക്കും ഇവിടെ 5 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിൽ പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ആകെ 2 നടന്നുള്ളൂ ഈ ബ്ലോക്ക് കാരണം. അതും ഇനിയിപ്പോൾ ഇറങ്ങുമ്പോൾ ലേറ്റ് ആയിട്ടുണ്ട് ഒത്തിരി. ഇവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസൊക്കെ വീഡിയോ എടുത്തിട്ട് നമ്മുടെ ചാനലിലൊക്കെ ഇടാൻ വേണ്ടിയുള്ള പ്ലാനിങ് ആയിരുന്നു. പക്ഷേ കിട്ടിയത് ഇപ്പോൾ ഈ കണ്ടൻറ്റാണ്. ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ. ഇപ്പോൾ ടൂറിസ്റ്റ് പ്ലേസ് കാണിച്ച് തന്നു കഴിഞ്ഞാൽ അവിടെ ഫുൾ ആൾക്കാർ തിരക്കാണ്. അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാനും നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടുത്തെ കറണ്ട് സിറ്റുവേഷൻ ഇങ്ങനെ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഭയങ്കര ബ്ലോക്കാണ്, ഹെവി ബ്ലോക്കാണ്. അപ്പോൾ കൂടുതൽ യാത്രാ വീഡിയോസിനൊക്കെ ആയിട്ട് കാത്തിരിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.